നോമ്പൊക്കെയല്ലേ വരാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു നോമ്പുതുറ പലഹാരം പറഞ്ഞു തരട്ടെ. എണ്ണയൊന്നും അധികം ഉപയോഗിക്കാത്ത വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറക്കാവുന്നതാണ്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കാച്ചിയ പാലെന്നല്ല, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാല് ഡയറക്റ്റായിട്ട് ചേർത്തതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അരികുകളൊന്നും കട്ട് ചെയ്ത് മാറ്റണം എന്നില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കൈ ഉപയോഗിച്ച് ചെറുതായിട്ട് പിച്ചി എടുത്താലും മതിയാകും. ഇത് മുഴുവനായിട്ടും തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഴമാണ്. 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ചല്ല, ഒരല്പം കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പാനിലേക്ക് 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. നെയ്യിലൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് വെന്ത് വന്നോളും. എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ട് ബ്രൗണിഷ് ആയാൽ മതി. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് ഈ ഒരു പാനിൽ നിന്നും മാറ്റി വയ്ക്കാം. ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്, ആ ഒരു പാത്രത്തിൽ നെയ്യ് നല്ലപോലെ തന്നെ തടവി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് മിക്സ് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഏലക്കപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ചിലപ്പോൾ അടിയിൽ ഊറിക്കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഴം നിരത്തി വെച്ച് കൊടുക്കാം. 2 മീഡിയം വലുപ്പത്തിലുള്ള പഴം എടുത്തു കഴിഞ്ഞ് ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഒരു പഴയ തവ വെച്ച് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഭാഗം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും. അതൊരു വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു പാനിലും കുറച്ച് എണ്ണയൊന്നും ആക്കിയിരുന്നു. അതിനുശേഷം ആ ഒരു ഭാഗം ഒരു 5 മിനിറ്റ് നേരം മൊരിയിച്ചെടുത്താൽ മതി. ടോട്ടൽ കുക്കിംഗ് ടൈം ഇതിൻ്റെത് 20 മിനിറ്റ് ആണ്. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് പോളയാണ്. അതിൻ്റെ മുകളിലേക്ക് പഴം കൂടെ വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ രുചി നല്ലപോലെ തന്നെ കൂടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അധികം എണ്ണയൊന്നും ഉപയോഗിക്കാത്ത നല്ലൊരു പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാം.